അല്ല, കറിക്കെല്ലാം നുറുക്കുന്നേ ഉള്ളോ? കഴിക്കാനൊന്നും ആയില്ലേ? ഇവിടെ ഒരു വിരുന്നുകാരി ഉള്ളത് മറന്നോ? കണ്ടോ മോളെ, സംസ്കാരം കണ്ടോ? ഒരു ഗസ്റ്റ് ഉണ്ടെന്നുള്ള വിചാരം ഇവിടെ ഉള്ളവർക്കില്ല. മോശം മോശം. ഓ, നീ എന്താ ഇവിടെ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കുന്നേ? വേഗം റെഡിയാക്ക്. അതെ, ഇത് സാമ്പാറാ, വേവാൻ സമയം എടുക്കും. എന്നാ പിന്നെ കുറച്ചുകൂടി നേരത്തെ തുടങ്ങാത്ത എന്താ പാചകം? എല്ലാം വെന്ത് കിട്ടണ്ടേ? അതാ ഞാൻ ചോദിച്ചേ. അത്രയ്ക്ക് വേഗം മാത്രം സാമ്പാറിൽ എന്താ കരിങ്കല്ലായിട്ടിരിക്കുന്നത്? അല്ല, ഇഷ്ടികയാ, അതാ വേവാൻ വൈകുന്നേ. അത് നാടൻ ഇഷ്ടികയാണെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. ഇത് UK-ലെ ഇഷ്ടികയാ, വേവാൻ കുറെ സമയം എടുക്കും. ദേ ശ്യാമേ, ഇനി ആ വാക്കുച്ചരിക്കരുത്. അതെ, കുങ്കുമപ്പൂ ഇട്ട പാല് ഇപ്പൊ റെഡിയാവും. അതുവരെ രണ്ടാളും കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം പ്ലീസ്. നിങ്ങൾക്ക് രണ്ടാൾക്കും വെറുതെ ഇരുന്ന ബോറടിക്കില്ലേ? രണ്ടാളും കൂടി ചെന്ന് ആ പുതിയ ചന്ദനത്തൊട്ടിൽ ആട്ടിക്കൊണ്ടിരിക്കും അല്ലേ അമ്മേ? ഈ കോമഡി കേൾക്കാനല്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. കഴിക്കാൻ എന്താ ഉള്ളേ അതെടുക്ക്. അമൃതേ, ആ പ്ലേറ്റ് എടുക്ക്. ആ, നന്നായിട്ട് കൈ കഴുകിട്ടേ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവയ്ക്ക്. വേഗം വേണം. ഇതെന്താ കഴുകുന്നില്ലേ? കഴുകണം. അതുമാത്രല്ല, ഈ കിടക്കുന്ന പാത്രങ്ങളെല്ലാം ഭംഗിയായിട്ട് കഴുകി വെക്കണം. അത് മേടിക്ക്. ഞാനോ? പിന്നെ ഞാനോ? വേഗം ഇതെല്ലാം കഴുകി അടുക്കി വെക്ക്. വസുന്ധരടുത്ത് ഗസ്റ്റായി ഞാൻ ഇവിടെ ഇനി കഴിയണം, വെറുതെ പറ്റില്ല. ആദ്യം ഈ പാത്രം എല്ലാം കഴുകി വെക്കണം. പിന്നെ തറ തുടയ്ക്കണം, മനസ്സിലായോ? അവളെ നോക്കണ്ട, അവൾക്ക് വേറെ ജോലിയുണ്ട്. ഐശ്വര്യ, നീ ആ ഷെൽഫെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കും. അമ്മേ, പ്രഗ്നന്റ് ആയ ഞാനോ? നിന്നെ പോലെ പ്രഗ്നന്റ് ആയ ഒരു പെണ്ണാ ഈ ജോലി ചെയ്യുന്നത്. അപ്പൊ നിനക്കും ആവാം. അമ്മേ, വേഗം പറയുന്ന കേക്ക്. വേഗം വേണം. ഷെൽഫ് തുടക്ക ഐശ്വര്യ. തുടക്കടി. അങ്ങനെയല്ല.
ശരിക്ക് തുടയ്ക്ക്, നന്നായി അമർത്തി തുടയ്ക്ക്. ഇത് എനിക്കറിയില്ല. അമ്മ തുടച്ചു കാണിക്കൂ. വസുന്ധരാമയെ കൊണ്ട് തന്നെ ഞാനിത് ചെയ്യിക്കും. അതാ എന്റെ ബുദ്ധി. നോക്കിക്കും. സുരഭി, ഐശ്വര്യ, അത് നിന്റെ മമ്മിയുടെ കൈ കൊടുക്ക്. എന്തിനാമേ? നിന്നെ നിന്റെ മമ്മി ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ലല്ലോ. കുറച്ച് താമസിച്ചു പോയെങ്കിലും സാരമില്ല. മോളെ ആ ജോലിയെല്ലാം മമ്മി തന്നെ പഠിപ്പിച്ചോളും. എന്താ? സുരഭി, ആ ഷെൽഫൊക്കെ ഒന്ന് തുടച്ച് മോളെ പഠിപ്പിച്ചോ. പറഞ്ഞു കേട്ടില്ലേ? വേഗം വേണം. ഇവിടെ തുടരണമെങ്കിൽ ഷെൽഫ് തുടയ്ക്കണം. നന്നായിട്ട് തുടയ്ക്ക്. ഐശ്വര്യ, ദേ ശരിക്ക് ശ്രദ്ധിച്ചോണം, നോക്കി പഠിച്ചോണം. നിന്റെ മമ്മി പോയാലും ഇതൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാനുള്ളതാ. സുരഭി ചേച്ചി കണ്ടിട്ട് എത്ര നാളായി. ആദ്യം നമ്മൾ എത്രമാത്രം സ്നേഹത്തിലായിരുന്നു. ഇടയ്ക്ക് എന്നെ ഒന്ന് വിളിക്കുക പോലും ചെയ്യില്ലല്ലോ. എന്തു പറയാനാ മായേ, തിരക്കാണേ. ലൈഫിലാകെ തിരക്കല്ലേ, സമയം കിട്ടണ്ടേ. സാരമില്ല, ഇപ്പോഴെങ്കിലും കാണാൻ പറ്റിയല്ലോ, സന്തോഷം. അല്ല ഐശ്വര്യ, എന്താ നീ പെട്ടെന്ന് കാണണോന്ന് പറഞ്ഞ്? മായേ, സംഗതി ആകെ പ്രശ്നമാ. ആ ശ്യാമ നമ്മള് കരുതിയ ആളല്ല, അതിബുദ്ധിയാ. വെറുതെ എന്റെ മമ്മിയുടെ പിന്നാലെ ഓരോന്ന് കണ്ടെത്താൻ ചുറ്റിത്തിരിയ. ആ വീട്ടില് അവളെ കൊണ്ട് തോറ്റു. എന്താ ഇപ്പൊ ശ്യാമ ചെയ്തത്? അത് പറയേ. നമുക്ക് അതേ നാണയത്തിൽ തന്നെ അവക്ക് തിരിച്ചു പണി കൊടുക്കാം. മായേ, നടന്നത് പറ ഐശ്വര്യ. അതല്ല, ഇന്ന് പ്രത്യേകിച്ചൊന്നും നടന്നില്ല. പക്ഷെ പൊതുവില് പ്രശ്നമാ. ശ്യാമ വലിയ പ്രശ്നമാ. എത്രയും വേഗം എന്തെങ്കിലും ചെയ്യണം.
അതിന് സുരഭി ചേച്ചി അവളുടെ വയറ്റിലുള്ള കുഞ്ഞിനെ തീർക്കുമെന്ന് ശപഥം ചെയ്തിട്ടുണ്ടെന്നല്ലേ ഐശ്വര്യ പറഞ്ഞത്? പിന്നെ ഒരു വീട്ടിൽ ഒന്നിച്ച് ഇത്ര നാൾ കഴിഞ്ഞിട്ടും അതിതുവരെ നടന്നില്ലേ? എന്ത് ചെയ്യാനാ, എനിക്ക് ഇതുവരെ അതിന് പറ്റിയൊരു അവസരം ഒത്തു വന്നില്ല. ഇത് നിങ്ങളുടെ ആവശ്യമാണ്. ആത്മാർത്ഥമായിട്ട് ശ്രമിക്കണമായിരുന്നു. അത് എന്തായാലും സാധിച്ചില്ല. ഇനി പുതിയ വഴി എന്താ, അത് നോക്കാം. ഇനി ഒരു നിമിഷം ആ ശ്യാമയെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അത് പിന്നെ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? മായേ, ശ്യാം ഇന്ന് ഓഫീസിൽ പോകും. അത് ഉറപ്പുള്ള കാര്യം. ദേ ഇതുവഴി അവള് വരിക. അപ്പോ നമുക്ക് വഴിയിൽ വെച്ച് അവളെ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ, അത് നോക്കണം. വഴി വെച്ചെന്ന് പറഞ്ഞ അതും ഈ പട്ട പകൽ എന്ത് ചെയ്യാനാ? ഞാനൊരു ഐഡിയ പറയാം. കേട്ടിട്ട് അത് വർക്കൗട്ട് ആവുമോന്ന് ആദ്യം ഒന്ന് പറ. അല്ലാതെ ആലോചിച്ച് നിൽക്കാൻ സമയമില്ല. എന്നാ പറയേ, ശ്യാമയുടെ വയറ്റുള്ള കുഞ്ഞിനെ തീർക്കാൻ എന്താ ഐഡിയ? കേക്കട്ടെ. അത് മായേ, എന്റെ ഐഡിയ എങ്ങനെയുണ്ട് അത് പറ. ഐഡിയ കൊള്ളാം, സൂപ്പർ. ഐഡിയ കൊള്ളാലോ. അപ്പൊ ഞാൻ എന്താ ഇപ്പൊ തന്നെ നടപ്പാക്കാൻ പോവാ. ശ്യാമയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കിയിട്ട് വേണം ഐശ്വര്യയുടെ ഗർഭവും അബോട്ടായി പോയെന്ന ഡ്രാമ കളിക്കാൻ. അല്ലാതെ ഈ ഗർഭനാടകം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ശ്യാമ അത് പൊളിച്ചെടുക്കും. ശ്യാമയുടെ അഹങ്കാരം ഇപ്പൊ തീരാൻ പോവല്ലേ, പിന്നെ പേടിക്കുന്ന എന്തിനാ? ഹലോ ചേച്ചി, എവിടെയാ പറഞ്ഞോ? ശ്യാമേ, എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണമായിരുന്നു. എന്താ ചേച്ചി? അതൊരു കാര്യമുണ്ട്, നേരിട്ട് കാണുമ്പോൾ പറയാം. ഞാൻ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാ. അത്യാവശ്യമാണെങ്കിൽ ഞാൻ വീട്ടിലേക്ക് വരാം. അതൊന്നും വേണ്ട, നീ ഓഫീസിലേക്കല്ലേ, വഴി വെച്ച് കാണാം. ആ ശരി ചേച്ചി, ഞാനിപ്പോൾ ഇവിടെ നിന്ന് പുറപ്പെടാൻ പോവാ. ആ ഓക്കെ ശ്യാമേ, ശരി. ശരി ചേച്ചി. എന്തായിരിക്കും പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞേ? അശ്വതീശ്വര വീട്ടില് ഇനി വീണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? എന്താ അശ്വതീശി, മുഖമല്ലാതിരിക്കുന്നല്ലോ. എന്താ കാണണമെന്ന് പറഞ്ഞേ? എന്താ കാര്യം പറയാ? ശ്യാമേ, ഞാനും മോളും കൂടെ ഈ നാട് വിട്ട് എങ്ങോട്ടെങ്കിലും പോവാ. നാട് വിട്ടു പോവേ? എവിടേക്ക്? ഒന്നും തീരുമാനിച്ചിട്ടില്ല. പക്ഷേ ഇനി ഇവിടെ ഇങ്ങനെ തുടരാൻ പറ്റൂല. എന്തുപറ്റി? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ആ ജയേഷ് വീണ്ടും വന്നോ? അതല്ല ശ്യാമേ, ഓരോ ദിവസം കഴിയും തോറും ശ്രീകുട്ടി പ്രശ്നമായിട്ട് വരിക. ശ്രീകുട്ടിക്ക് എന്താ പ്രശ്നം? എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. എന്താ കാര്യം പറയാ? ശ്യാമേ, അരുണിനെ കാണാതെ മോൾക്കിപ്പോ ഒരു നിമിഷം പോലും പറ്റില്ല. എപ്പോഴും വീട്ടിൽ പ്രശ്നാ. മോൾക്ക് എപ്പോഴും സംശയ, അരുണങ്ങൾ ആരാ, എന്താ, ഏതാ. എനിക്കവൾ ഒരു സ്വസ്ഥതയും തരുന്നില്ല. എത്ര നാളും ഞാൻ അവളിൽ നിന്ന് സത്യം മറച്ചു വെക്കും. ഇനി എനിക്കതിന് കഴിയും തോന്നുന്നില്ല. മോള് സത്യം അറിഞ്ഞ പ്രശ്ന അറിയാലോ, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല.
മോൾ അച്ഛനെ തിരിച്ചറിയുന്നതിന് മുമ്പ് അവൾ ഇവിടുന്ന് മാറ്റണം. ദൂരെ എവിടെങ്കിലും പോയി എന്തെങ്കിലും ജോലി ചെയ്ത് അവളെ വളർത്താം. അതാ ഇനി നല്ലത്. അല്ലാതെ പറ്റില്ല. ചേച്ചി വരട്ടെ, നമുക്കതൊക്കെ തീരുമാനിക്കാനുള്ള സമയമുണ്ട്. ശ്യാമേ, അത് പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ മോള്. ചേച്ചി ഇങ്ങനെ ടെൻഷൻ ആവാതെ, എല്ലാം ദൈവം കാണുന്നുണ്ട്. എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും. എന്നാലും ശ്യാമ, ഞാൻ പറയുന്നത്. ചേച്ചി ഇപ്പൊ ഒന്നും പറയണ്ട. ഞങ്ങളൊക്കെ ഇല്ലേ, നമുക്ക് നോക്കാന്നേ. ദേ, ഞാൻ ശ്രീകുട്ടി കണ്ടിട്ട് കുറച്ച് ദിവസമായി. മോക്ക് എന്തെങ്കിലും സ്വീറ്റ്സ് വാങ്ങിച്ചു തരാം. വന്നേ. ആ ചേച്ചി വന്നേ. ചേച്ചി വാ. ചേച്ചി വാ. എന്തിനും ഇതിനും ഒപ്പം ഞാനില്ലേ. ശ്രീകുട്ടി അശ്വതീശിയുടെ മാത്രം മോളല്ല, എന്റെയും കൂടി മോളാ. ഞാൻ അങ്ങനെയല്ലേ ശ്രീകുട്ടിയെ കാണുന്നത്, അത് മറക്കണ്ട കേട്ടോ. ശ്യാമേ. അതേന്നേ. ചേച്ചി വാ. വരാനല്ലേ പറഞ്ഞേ. ശ്യാമ കൃത്യസമയത്ത് എത്തുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ആ അശ്വതി കുരിശായിട്ട് അവളുടെ കൂടെ കൂടിയിരിക്കല്ലേ. ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ? ഇനി അതൊന്നും നോക്കാനില്ല. എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കണം. ശരിയാ, പറ്റിയ സന്ദർഭം ഇതാ. ആ കർമ്മം അങ്ങ് നടക്കട്ടെ മോളെ. ഐശ്വര്യ എടുത്തേ. ശ്യാമേ. മമ്മി ഓടി രക്ഷപ്പെട്ടോ. വാ വാ. അവരതെ ഓടി രക്ഷപ്പെടുന്നു. ചേച്ചി വന്നേ.
ശ്യാമ ഓഫീസിൽ പോയതല്ലേ? എന്താ വേഗം തിരിച്ചു വന്നേ? നീ എന്തെങ്കിലും മറന്നോ?